ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ വീട് പണിയിൽ ഏറ്റവും പ്രധാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. കാരണം ഓരോ സ്റ്റേജസ് അപ്പോൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന കട്ട അല്ലെങ്കിൽ കെട്ടുന്ന കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് കട്ടയും കൂടിയാണ്. സോ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കട്ടയാണ് നല്ല രീതിയിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഇഷ്ടിക കെട്ടാറ്. പക്ഷേ സിമെൻറ്റ് കട്ടയ്ക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കൂടുതൽ ബലം കിട്ടത്തുള്ളൂ, നമുക്ക് ലോങ് ലാസ്റ്റ് നമ്മുടെ വീട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് വീട് വെക്കാനുള്ള പ്ലാൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർമിറ്റ് കൊണ്ട് തന്നെ KCBന്ന് കണക്ഷൻ എടുക്കുക. നല്ലൊരു കിണർ സ്ഥാനം കാണുന്ന ആൾക്കാരെയും കൊണ്ട് കിണറിൻ്റെ സ്ഥാനം കണ്ട് കിണർ കുഴിച്ച്, ഈ ഉണക്ക സമയത്ത് കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആളോളം താഴ്ചയിൽ കുഴിച്ച്, അപ്പോൾ ആകുമ്പോൾ ഉണക്ക സമയത്ത് പിന്നെ വെള്ളം വറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ടാങ്കർ ലോറിയുടെ സഹായം കൂടി ഇല്ലാതെ നമുക്ക് അല്ലെങ്കിൽ 1500-2000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ വെള്ളം അടിക്കുന്നതിന് പ്ലോട്ടിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് കിണറും വെള്ളവും കരണ്ടും, അതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കോൺട്രാക്റ്റാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആൾക്കാർ വന്ന് ചെയ്തോളും എല്ലാ കാര്യങ്ങളും. പക്ഷേ എങ്കിൽ പോലും നമുക്കും പറ്റാവുന്ന രീതിയിൽ നമ്മളും ചെയ്യുക, അതാണ് അതിൻ്റേതായിട്ടുള്ളൊരു ശരിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏഴംകുളത്തുള്ള നമ്മുടെ അനൂപ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ വൈഫായിരുന്നു ഇതിൻ്റെ ആസ്ട്രോളജി കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. പുള്ളിയുടെ സ്വന്തം അനിയനാണ് ഇതിനകത്തിലെ എല്ലാ കാര്യത്തിനും പ്രൊപ്പറേറ്ററായിട്ടുള്ളത്. ഹരീഷ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ നമ്മൾ രാവിലെ വൈകിട്ടും 2 നേരവും നല്ല വൃത്തിയായിട്ട് പുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തോളും, നല്ല വൃത്തിയായിട്ട്. അപ്പം നമ്മളും വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കിണറും വെള്ളവും കരണ്ടുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് നടക്കും, ഏത് പണിയും പെട്ടെന്ന് പോകും. ഇത് രണ്ടും ഇല്ലായ്കയാകുമ്പോഴാണ് നമുക്ക് ഡിലേ ആവുന്നത്. പിന്നെ കോൺട്രാക്ടറിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സൈറ്റുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലാഗായിട്ട് പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ശ്രദ്ധക്കുറവും അവരുടെ ഒരു ടീം വർക്ക് ഇല്ലാത്തതിൻ്റെ കുറവും കൊണ്ടാണെന്ന് ഞാൻ കണ്ടു വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് ഇത്രയും വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രം വിട്ടുപോയി, അതുകൊണ്ടാണ് ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ എടുത്ത് പറയുന്നത്. ഇനിയിപ്പം ലോണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വീട് വെക്കാൻ പ്ലാനുള്ളവർക്ക് ലോൺ എടുക്കാൻ ഏത് ബാങ്കാണ് നല്ലത്, അങ്ങനെ സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം എൻ്റെ അറിവിൽ എനിക്ക് ഉള്ള അനുഭവം വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനത് ഒരു വീഡിയോ ആക്കിയിടാം. താല്പര്യമുള്ളവർ പറയുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു സൂൺ.